കുറെ ഓനിക്ക് സന്തോഷായിരിക്കും. പക്ഷെ എന്റെ ഉപ്പയും കരയൂല. കണ്ണൂർ പൊയ്ത്തുംകടവിലെ 20-കാരി ഫാത്തിമത്തുൽ റസയുടെ ആത്മഹത്യയിൽ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപേ യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ പീഡനവും ലഹരി ഉപയോഗവും കാരണമെന്നാണ് പരാതി. റസയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യക്കുറിപ്പും കൂട്ടുകാരിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളും തെളിവായി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജസ്റ്റിസ് ഫോർ ഫാത്തിമത്തുൽ റസ എന്നും കൂടെ ഒന്ന് കമന്റ് ഇട്ടോ എല്ലാവരും. വിഷയം പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചർച്ചയാവുന്നില്ല ഈ ഒരു വിഷയത്തിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി, കാരണം എനിക്ക് കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ, അതിനകത്തും ഈ ജസ്റ്റിസ് ഫോർ ഫാത്തിമത്തുൽ റസ എന്ന് പറഞ്ഞാൽ കൊടുത്തത്. ഞാൻ ആ വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്തപ്പം പുള്ളി പറഞ്ഞത് ചെക്കനെ കുറിച്ച് എന്താ പറയണ്ടേ, അവൻ ആ വീട്ടിലുണ്ടോയെന്ന് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറയുകയൊക്കെ ചെയ്തത്. ഇത് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയെന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും കുട്ടിക്ക് നീതി കിട്ടണം. അപ്പോൾ ആ കൊച്ചിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ട് പോലും ശ്രമിക്കാമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതായത് കുറച്ച് ദിവസം കൊണ്ട് ഞാനത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മാർഗ്ഗവും നമുക്ക് കിട്ടുന്നില്ല. സാധാരണ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ തപ്പിക്കൊണ്ട് വരുന്നേ നമ്മൾ. ഓക്കെ, ഇത് ലഹരി, അതാണ് ഏറ്റവും കൂടുതൽ വിനയായി തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടി മാർച്ച് മാസത്തിൽ തന്നെ കണ്ട് ജീവൻ വെടിയാൻ വേണ്ടി പല ശ്രമവും നടത്തിയിട്ടുള്ളതൊക്കെ ചെയ്തതാണ്. എന്നിട്ടും പിന്നെ അത് വീട്ടുകാരെ തന്നെ സോൾവ് ചെയ്ത് വിട്ടു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ചെറുക്കൻ്റെ ആൾക്കാർക്ക് മാത്രമേ ഇത് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ എന്നാണ് പറയുന്നത്. പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു വലുതായിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരും പിള്ളേരെ പഠിപ്പിക്കേണ്ട സമയത്ത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക. അത് കണ്ടവന്മാരുടെ കൂടെ ഒക്കെ കെട്ടിച്ച് വിടുകയും ചെയ്യും. കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴോ ഇതൊക്കെ തന്നെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇതെന്തുവാണ് ഇതൊരു പിടുത്തവും കിട്ടുന്നില്ല. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താ ഇങ്ങനെ ഒരു പിടുത്തവും കിട്ടുന്നില്ല? ലഹരി അടിച്ച് വന്നിട്ട് പെണ്ണിൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ ചെല്ലുക, ആളൊരു പാവം എന്ന് പറയുമ്പം പരമാവധി ദ്രോഹിക്കുക. കൂട്ടുകാരോട് ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കൂട്ടുകാരോട് ഷെയർ ചെയ്യും, വീട്ടുകാരോട് ഷെയർ ചെയ്തെങ്കിലും. കാരണം ഒരാളെങ്കിലും അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള രീതിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ജസ്റ്റിസ് ഫോർ ഫാത്തിമത്തുൽ റസ എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. ഇതൊരു പരമാവധി ഷെയർ ചെയ്ത് അത്രയും കൂടെ നല്ലതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. മരിച്ച അന്ന് തന്നെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു. 2026 ജനുവരി 8 അന്നായിരുന്നു ഫാത്തിമത്തുൽ റസയുടെയും 20 കിലോമീറ്റർ മാത്രം അകലെ മുണ്ടേരിവട്ടയിലുള്ള ആസിഫിന്റെയും വിവാഹം. ദുബായിൽ ജോലിയായിരുന്നു ആസിഫിന്. പിന്നെ നടന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ തീരാസങ്കടങ്ങളിലേക്ക് തള്ളിവിട്ട സംഭവങ്ങളായിരുന്നു. എന്റെ ഉപ്പ കരയൂല കുറെ ഓനിക്ക് സന്തോഷായിരിക്കും. പക്ഷെ എന്റെ ഉപ്പയും കരയൂല. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു തീരണം കഴിയൂല. ആടെ ആരെല്ലാം ഉപദ്രവിച്ചെന്നുള്ളത് കത്തിലേ അറിയാം. എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞില്ല. ഞാൻ മുതൂലല്ല എന്റെ മോളെ. അവർക്ക് കുരുതി കൊടുക്കാണെങ്കിൽ മുതൂലല്ല. നമ്മുടെ മുന്നിൽ ഉപ്പാനും ഒരു കാര്യം ഞാൻ പറയാം, ഇത് കാണുന്ന ഉമ്മമാരോടായാലും അമ്മമാരോടായാലും എല്ലാവരോടും മക്കൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ആദ്യം അത് കേൾക്കാനുള്ള ഇത് ഉണ്ടാവണം. നിങ്ങൾക്ക് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് ബാധ്യത തീർന്നത് കരുതി ഇരിക്കരുത്. എല്ലാ വീട്ടുകാരുടെ ഒരു കുഴപ്പം ഇതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഇതായിരിക്കണം. കേൾക്കത്തില്ല. മോളെ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോടി മോളെ എന്നും പറഞ്ഞിട്ട് വീട്ടുകാരിൽ ഇങ്ങനെ സംസാരിക്കും, ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും മക്കൾക്ക്. ഇവർ മൈൻഡേ ചെയ്യത്തില്ല, പിള്ളേർ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ്. അവസാനം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവനാണ് അത് ചെയ്തത്, എൻ്റെ മോൾ എന്നോട് പറഞ്ഞു കാണും. അവർ പറയുന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാ ചെയ്യേണ്ടത്. എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ തന്നെയായിരുന്നു. ഹസ്ബൻഡുമായിട്ടുള്ള വിഷയങ്ങളും കാര്യം വന്നപ്പോൾ അച്ഛനോട് കാര്യം പറയും, മോൾ അവിടെ നിൽക്കേണ്ടടി മോളെ, നീ ഇറങ്ങിപ്പോ. നാട്ടുകാരല്ല, എനിക്ക് എൻ്റെ മോളാ വലുത്. നാട്ടുകാർ എന്ത് പറയുമെന്ന് നോക്കിയിട്ടിരിക്കത്തില്ല, എനിക്ക് എൻ്റെ മോളാ വലുതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇന്ന പോലെ കൊച്ചു വീട്ടിൽ വന്നിട്ട് നാട്ടുകാരെന്ത് പറയുന്നുള്ള രീതിയിൽ കൊച്ചിൻ്റെ ജീവൻ കളഞ്ഞുള്ള അവസ്ഥയൊന്നും, അത് മോനായാലും മോളായാലും ആരായാലും ശരി. പിന്നെ എന്താ പറയണ്ടേ, ഇപ്പം നമ്മൾ അപ്പോൾ അവൻ്റെ ലഹരിയുടെ അടിമയെക്കുറിച്ച് നമ്മൾ കൂടുതലും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്ത് അടി പോകുന്ന കുറേ പെണ്ണുങ്ങളുണ്ട് നല്ല രീതിയിൽ കാണിക്കുന്നത്. ഇപ്പം ഷഹല എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഒരു എടുത്തുചാട്ടം കാരണം ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് ഏത് രീതിയിലാണ് പോയത്. അവസാനം ഭർത്താവിൻ്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഭർത്താവിൻ്റെ വിലയെന്നല്ല പറയണ്ടേ, അത് അപ്പോൾ ഭർത്താവിൻ്റെ വില എന്നല്ല, ആ വീട്ടിലോട്ടും പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളാണ്. ഓക്കെ, ഞാൻ അതിലോട്ട് ഇനി വരുന്നില്ല. ഇനി അത് സംസാരിച്ച് വെറുതെ ഈ ഒരു വിഷയത്തിലോട്ടും അതുമായിട്ട് ഇത് ചെയ്യുന്നില്ല. ഞാൻ എന്തുണ്ടെങ്കിലും വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ പരമാവധി ശ്രമിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ബാക്കിയും കൂടെ വെച്ചുതരാം. ആ ഉപ്പ പറയുന്നത് ഉമ്മ പറയുന്നതൊക്കെ ഒന്ന് വെച്ചുതരാം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് പൊയ്ത്തുംകടവിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ റിസയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. 4 മണിക്ക് പോകുമ്പോൾ കുട്ടി കട്ടൻ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ചോദിച്ച മോള് ചോറുന്നു ഇല്ലാന്ന് പറഞ്ഞു. നമ്മളെ മോള് ചോറ് ഇങ്ങനെ ഇപ്പൊ പോയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ. ഇത് രാത്രി പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ മടങ്ങി വരുമ്പോ നമ്മളെ അളിയന്റെ ഭാര്യയും അളിയനും ഇവളെ കാണാൻ വന്നു. അന്നേരം ഓള് ആ തായലേക്ക് ഇറങ്ങിയതിന് ശേഷം ഓള് അവർ ചായം കുടിച്ച് പിന്നെ വീട്ടിലേക്ക് കുളിക്കട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് ഫോൺ കൈ പിടിച്ചിട്ട് പോയതാണ്. ഏറെ നേരമായിട്ടും ഫാത്തിമത്തുൽ റസ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ നിന്ന് താഴെ വന്നില്ല. 9:15 മോള് ഇറങ്ങിയില്ല. എന്റെ പെങ്ങൾ പറഞ്ഞു ഇല്ല ഓള് ഇറങ്ങിയില്ല. ഞാൻ ഇത്ര സമയം എന്താ നോക്കി കുളിക്കേണ്ടത്, നമുക്കത് പോയി നോക്കാനാണ്. ഞാൻ പറഞ്ഞത് കയറി തട്ടി മുട്ടി നോക്ക്. ഞാൻ പറഞ്ഞ ഇത് പോകുന്നില്ല, നീ ഒന്ന് ചവിട്ടി പൊളിച്ചോളാം. അത് കയറുമ്പോ കുട്ടി ഈ ഫാൻ്റെ ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കുന്നത് അത് കണ്ടേ തന്നെ എനിക്ക് എന്റെ നേരത്തോട്ട് പോയി.
ഒരു കേസ് ഇതുവരെ പറഞ്ഞില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം പറയുന്നത് ഫ്രണ്ടിന്റെ കൂട്ടുകാരോട് വോയിസ് ക്ലിപ്പിലെല്ലാം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതെ, അച്ഛനും അമ്മയോടും പറയാത്ത കാര്യങ്ങൾ കൂട്ടുകാരോട് പറയുകയും ചെയ്യും. കാരണം പേരൻസിനെ ബുദ്ധിമുട്ടിക്കത്തില്ല ചില ആൾക്കാർ, ചില പിള്ളേർ അങ്ങനെയാണ്. എല്ലാം പേരൻസിനോട് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്കൊരു വിഷമമായിക്കോട്ടെ. അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം തുറന്ന് പറയണം. കാരണം ഈ അച്ഛൻ്റെ അമ്മമാരുടെ ഒരു സ്വഭാവമുണ്ട്. അമ്മമാരും അച്ഛന്മാരും ഒക്കെ കണ്ടുപിടിക്കുന്ന പയ്യന്മാരെ കെട്ടാവുള്ളൂ എന്ന് പറയുകയും ചെയ്യും, അങ്ങനെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരാളെ കൊണ്ടും പറ്റൂല. അങ്ങനെയാണ് ചിലവർ. ഞാൻ പറയുന്നത് അപൂർവമായിട്ടുള്ളവർ എന്തെങ്കിലും മാത്രം ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം സ്വന്തം കാര്യം മാത്രം നോക്കുക, ആ ഒരു രീതി മാത്രം. കാരണം അവർക്ക് ഇനി മോളെ കൊണ്ടുവന്ന് ഇനി നാട്ടുകാരെല്ലാം പറയും ഇനി പുതിയൊരു കല്യാണം, അതിന് ചിലവ്, ഇതിന് ചിലവ്, മറ്റേ ചിലവ്, മറിച്ചൊരു കടമാവത്തില്ല. അങ്ങനെയുള്ള ചിന്തകളൊക്കെ സാധാരണപ്പെട്ട ഫാമിലിയുടെ കാര്യമാണ് ഞാൻ ഈ തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇത് സത്യമാണോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും ഞാൻ വന്ന് തള്ളേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്ന ഒരു സംഭവമാണ്. ഓക്കെ, മർദ്ദിക്കുന്നുണ്ട്, അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട്, ഭയങ്കര സംശയം നോക്കി. എനിക്കിങ്ങനെ നിക്കാൻ കഴിയുന്നില്ല, പേടിയാവുന്നല്ലോ. ആഴ്ചക്കാരൻ്റെ ഭാഗമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം പറയാം. ഏപ്രിൽ 11-ാം തീയതി ഗൾഫിലേക്ക് പോയി വിസിറ്റിംഗ് 2 മാസത്തേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പീഡനം. അവിടെ അവന്റെ 4 ഫ്രണ്ട് വന്നിട്ട് MDMA വന്നിട്ട് അത് ഉപയോഗിക്കലും ഇവളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ഓനാടുള്ളപ്പോ തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ എല്ലാം യൂസ് ആക്കലുണ്ട്. ഇതെല്ലാം ആത്മഹത്യാക്കുറിപ്പിൽ റിസ എഴുതി വെച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബാത്റൂമിൽ കയറി എന്നിട്ട് പൊടിയും. മിക്ക പിള്ളേർ ഇപ്പം അങ്ങനെയാണ്. ഇപ്പം എല്ലാം അങ്ങനെയൊക്കെ ആയി. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ നല്ലത് ഉപദേശിച്ച് കൊടുക്കുമ്പോൾ ഇവൾമാർക്ക് പറ്റത്തില്ല. ഉള്ള ഊരാ കൊടുക്കലൊക്കെ പോയി ചാടും. അന്നേരം കാരുന്ന ഓരോ ഇത് ചെന്ന് പെട്ട് കഴിയുമ്പോൾ പഠിക്കും. റൂമിൽ കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിന്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ ഉണ്ട്, അതില് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. ഓനങ്ങനെ നല്ലോണായിട്ട് ജീവിക്കണ്ടാണ്. കൊച്ചിൻ്റെ അച്ഛനെ പറഞ്ഞത് കണ്ടില്ലേ, പേപ്പർ എടുത്തിട്ട് ഉപ്പാക്ക് കൊണ്ട് കൊടുക്കാനാണ്. പക്ഷേ അവനെങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ആ നായെ എങ്ങനെയെങ്കിലും. അവനിപ്പോൾ പുറത്താണ്. അവൻ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവനങ്ങനെ സൂചിച്ചിരിക്കേണ്ട പൊന്നേന. ഈ ഒരു അംശം അറിയാമെങ്കിൽ ഞാൻ കൊടുക്കില്ല. മക്കൾ അത്ര അപ്പോഴാണ് മാർച്ച് 1-ന് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് റിസ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്ന കാര്യവും വീട്ടുകാർ അറിയുന്നത്. അവരെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചാലം മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പോയിട്ടും അവരൊരു വാക്ക് ഇങ്ങനെ മോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു വിവരം ഈ സമയത്ത് അവരെ നമ്മൾ അറിയിച്ചിട്ടില്ല. ദുബായിൽ ജോലി ചെയ്തിരുന്നപ്പോഴും മാസത്തിൽ പലതവണ ആസിഫ് നാട്ടിലെത്തുമായിരുന്നു. 1-2 ദിവസം നിന്ന ശേഷം തിരികെ മടങ്ങും. ഇതിലും നാട്ടുകാർക്ക് ഇപ്പോൾ സംശയങ്ങളുണ്ട്. റിസയുടെ സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു സന്ദേശത്തില് അതെന്തോടെ ഈ മാസം അവൻ നാട്ടിൽ വന്നിട്ട് പോകാന്? അവർ അത്യാവശ്യം അപ്പം റിച്ച് ടീമായിരുന്നു. അത് അവരുടെ ഒരു ബിസിനസ്സും അല്ലായിരുന്നു ഇമാതിരി. ഗൾഫിൽ നിന്ന് MDMA കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഡ്രഗ്സിന് അടിമയാണെന്നുള്ള ഒരു സംഗതി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് ഇയാളൊരു കരിയർ ആണോ എന്നുള്ള സംശയം നാട്ടുകാർക്ക് എന്നുള്ള ലെവലിൽ നമുക്കുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആസിഫിനെ പ്രതി ചേർത്തിട്ടുണ്ട് വളപട്ടണം പോലീസ്. എത്രയും വേഗം ആസിഫിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. ഓക്കെ, ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അടുത്തുള്ള ആരായാലും മതിയായിരുന്നു. കാരണം കുറച്ചും കൂടെ കാര്യങ്ങൾ, കാരണം ന്യൂസിൽ അത് വലുതായിട്ട് ചർച്ചയാവുന്നില്ല ഈ ഒരു വിഷയം. അതാണ് ഒന്നാമത്തെ വിഷയം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഈ സെയിം പേര് തന്നെയാണ്, ഡാനി സത്യൻ എന്നാണ് പേര്. MS എന്നും ഉണ്ട് കേട്ടോ. അയച്ചാൽ നല്ലതായിരിക്കും. അപ്പം ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും എല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെച്ചൊരു ചാനൽ. ബൈ ബൈ.